ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന കഥയിൽ ഒരു ബുക്ക് ഉണ്ട്. ആ ഒരു ബുക്ക് വായിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ മരണപ്പെടുകയാണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതും മാത്രമല്ല കണ്ടിരിക്കുന്നവരുടെ കിളി പറത്തുന്ന രീതിയിലുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ഡിമോണ്ടി കോളനി 2 എന്ന് പറഞ്ഞ മൂവിയാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. ഇതൊരു മസ്റ്റ് വാച്ച് പടമാണ്. നിങ്ങൾ എന്തായാലും അവസാനം വരെ ഈ സിനിമ കാണുക, കാരണം അവസാനത്തെ ഭാഗത്ത് ഒരു ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ സിനിമയിലോട്ട് പോയാലും. സിനിമയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മൂവി എക്സ്പ്ലനേഷൻ വീഡിയോ ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കല്ലേ. സിനിമയുടെ തന്നെ കാണിക്കുന്നത് നമ്മുടെ നായികയായിട്ടുള്ള ഡേവി ആകട്ടെ CCTV ദൃശ്യങ്ങൾ കാണുന്നതാണ്. അതെല്ലാം തന്നെ കുറച്ച് ചെറുപ്പക്കാര് ആത്മഹത്യ ചെയ്യുന്നതായിരുന്നു. അക്കൂട്ടത്തിൽ അവളുടെ ഹസ്ബൻഡായ സാമു ഉണ്ടായിരുന്നു. ജൂൺ 6, 2009 ആത്മഹത്യകളെല്ലാം തന്നെ നടക്കുന്നത്. കഥ പിന്നീട് 6 വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ഡേബി അവളുടെ അമ്മയും അച്ഛനും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാം മരിച്ചിട്ട് 6 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവന്റെ കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടിയിട്ട് ഡേവി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമിന്റെ ക്യാൻസർ ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയത്ത് തന്നെ അവന്റെ സ്പെംസ് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഉപയോഗിച്ചിട്ട് അവളാണെങ്കിൽ പ്രഗ്നന്റ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമിന്റെ കുഞ്ഞിനെ അവൾക്ക് വേണമെന്ന് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ 2 തവണയും അത് ഫെയിലായി. താൻ വീണ്ടും ശ്രമിക്കുമെന്ന് തന്റെ അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് അവൾ പറയുകയാണ്. ആകെ അവൾ പറയുന്നത് മനസ്സിലാക്കുന്നത് സാമിന്റെ അച്ഛൻ മാത്രമായിരുന്നു. അയാളാണ് എപ്പോഴും ഡെബിയുടെ കൂടെ നിന്നിരുന്നത്. ഡെബി പിന്നീട് തന്റെ പഴയ കാലത്തെ പറ്റി ആലോചിക്കുന്നു. ഡെബി സാമും പ്രണയിച്ചവരാണ്. അങ്ങനെ ഇരിക്കെയാണ് സാമിന് ക്യാൻസർ വരുന്നത്. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണ് ഡെബി അവനെ വിവാഹം കഴിക്കുന്നത്. അവന്റെ അസുഖമെല്ലാം മാറി അവർ രണ്ടുപേരും നല്ല രീതിയിൽ ജീവിച്ചു വരികയായിരുന്നു. അതിനിടയ്ക്കാണ് ഒരു കാരണമില്ലാതെ സാം ആത്മഹത്യ ചെയ്യുന്നത്. സാമിന്റെ ആത്മഹത്യയുടെ പിന്നിൽ എന്താണ് കാരണം എന്നുള്ളത് ഡെബി ആണെങ്കിൽ ഒരുപാട് അന്വേഷിച്ചു പോയെങ്കിലും അവൾക്ക് അതിനുള്ള ഉത്തരം കിട്ടിയില്ല. സാമിന്റെ കല്ലറയിലെ പൂവൊക്കെ വെച്ചിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരാൾക്കൂട്ടം കാണുന്നുണ്ട്. ഡെബി പോയി നോക്കുമ്പോൾ കാണുന്നത് ഡിമോണിക് കോളനി ഫസ്റ്റ് മൂവിയിൽ ഒരു ജോത്സ്യം മരിക്കുന്നുണ്ട്. ആ ഒരു സീനാണ് അവിടെ കാണുന്നത്. അത് കണ്ട് പേടിച്ചിട്ട് അവിടെ തിരിച്ചു പോകുന്ന വഴിക്ക് ശ്രീനിയെ കാണുന്നുണ്ട്. അതായത് ഈ ശ്രീനിയും കൂട്ടുകാരും ജോത്സ്യനെ കാണാൻ വന്ന ആ ഒരു ദിവസം ഇല്ലേ, അന്ന് തന്നെയാണ് ജോത്സ്യം മരിക്കുന്നത്. ആ ഒരു ദിവസമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മൂവിയുടെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോയിട്ട് ഈ സിനിമയുടെ ഫസ്റ്റ് പാർട്ട് കാണുക. ഇനി നിങ്ങൾക്ക് അത് കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും ഉടനെ തന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. മരിച്ചുപോയ സാമിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അവിടെ ഒരു ചൈനീസ് റെസ്റ്റോറന്റ് തുടങ്ങണമെന്നത്. അങ്ങനെ അതിന്റെ ഓപ്പണിംഗ് ഡേ ആയിരുന്നു അന്ന്. ഡേവി സാമിന്റെ അച്ഛനും കൂടി ചേർന്നിട്ട് ആ ഒരു റെസ്റ്റോറന്റിലേക്ക് വരുന്നുണ്ട്. അവിടെ കുറച്ച് സന്യാസിമാരും വന്നിട്ടുണ്ടായിരുന്നു. അവരാണെങ്കിൽ ഡേവിയുടെ കയ്യിൽ ഒരു ശില കൊടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് ശക്തിയുള്ള ശിലയാണെന്നും പറയുന്നുണ്ട്. ഇത് ഈ ഹോട്ടലിന് നല്ലത് മാത്രമേ വരുത്തൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അവരാണെങ്കിൽ ആ മരിച്ചുപോയിട്ടുള്ള സാം ഉണ്ടല്ലോ, അവന് വേണ്ടിയിട്ട് ഒരു നിമിഷം കണ്ണടിച്ച് നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് മുകളിൽ നിന്ന് കുറെ സ്പൂണുകൾ താഴേക്ക് വീഴുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഡെബിക്കാണെങ്കിൽ സാം ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തുണ്ടായ കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഡെബിയെ വിളിച്ചിട്ട് വിളി കേൾക്കാത്ത കാരണം അവനാണെങ്കിൽ അകത്തുനിന്ന് ഒരു സ്പൂൺ എടുത്ത് നിലത്തേക്ക് ഇടുന്നുണ്ട്. എനിക്ക് നിന്നെ എപ്പോൾ വിളിക്കണമെന്ന് തോന്നിയാലും നിന്നോട് സംസാരിക്കണമെന്ന് തോന്നിയാലും ഞാൻ ഈ ഒരു സിഗ്നലായിരിക്കും തരുന്നത്. അതുകൊണ്ട് തന്നെ സാമിന്റെ ആത്മാവ് തന്നോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നെന്ന് ഡെബിക്ക് തോന്നുന്നു. അവൾ സാമിന്റെ അച്ഛനോട് പറയുന്നുണ്ട്, നമുക്ക് ഒരു തവണ കൂടി സാമിന്റെ ആത്മാവിനോട് സംസാരിക്കാൻ ശ്രമിക്കാമെന്ന്. ഇതിനു മുമ്പും അവർ ശ്രമിച്ചിട്ടുണ്ട്, എന്നാൽ അതെല്ലാം തന്നെ ഫെയിൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും ആ ഒരു സന്യാസിമാരുടെ സഹായത്തോടു കൂടി അവർ ആ സാമിന്റെ ആത്മാവിനോട് സംസാരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഡെബി അങ്ങനെ അവിടേക്ക് പോവുകയായിരുന്നു. ഡെബി പോകുന്ന വഴിയിലെല്ലാം തന്നെ ശ്രീനി ഇരിക്കുന്നത് കാണാം. ശ്രീനി അവന്റെ സുഹൃത്തുക്കളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് പാർട്ട് മൂവിയിൽ ഒരു മരിക്കുന്നതിന് മുമ്പുള്ള സീനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീനിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. അതങ്ങനെ സ്റ്റക്ക് ആയിട്ട് അവിടെ നിർത്തുകയാണ്. എന്നിട്ട് സീൻ വേറൊരിടത്തേക്കാണ് കാണിക്കുന്നത്. അതായത് ഈ ശ്രീനിക്ക് ഒരു ഇരട്ട സഹോദരനുണ്ട്. അവന്റെ പേര് രഘു എന്നാണ്. രഘുവിന്റെ ശ്രീനിയുടെ അച്ഛൻ മരിച്ചിരുന്നു. അയാൾക്ക് 2 ഭാര്യയിൽ ഒരു മകൻ കൂടിയുണ്ട്. അതുകൊണ്ട് സ്വത്തുക്കൾ ആർക്കൊക്കെയാണ് വീതിച്ചു കൊടുത്തിരിക്കുന്നത് എന്നറിയണം. അതുകൊണ്ട് വിൽപ്പത്രം വായിച്ചു കേൾപ്പിക്കുന്നത് രഘുവിന്റെ ചിറ്റപ്പനാണ്. അതിൽ എഴുതിയിരിക്കുന്നത് അവന്റെ അച്ഛൻ സ്വത്തിന്റെ 25% രഘുവിനും 5% രണ്ടാമത്തെ ഭാര്യയിലുള്ള മകൾക്കും ബാക്കി 70% രഘുവിന്റെ ഇരട്ട സഹോദരനായിട്ടുള്ള ശ്രീനിക്കാണെന്നാണ്. ഇത് കേട്ടതോടുകൂടി രഘുവിനും ആ പെണ്ണിനും ദേഷ്യം വരാൻ തുടങ്ങി. ആ ഒരു പെൺകുട്ടി പറയുന്നുണ്ട്, ഞാൻ ഇതിനെതിരെ കോടതി പോകുമെന്ന്. 70% ശ്രീനിക്കാണെന്ന് അറിഞ്ഞതോടുകൂടി തന്നെ രഘു ആണെങ്കിൽ ആകെ തകരുന്നു. കാരണം ഈ സ്വത്തുക്കൾ കിട്ടിയിട്ട് അവനൊരു ബിസിനസ് നടത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. വീടിന് ടെറസിൽ പോയി നിന്നിട്ട് രഘുവും ചിറ്റപ്പനും സംസാരിക്കുകയാണ്. ഇനിയിപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ, ശ്രീനിയെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ എത്തണം. എന്നാൽ അവന്റെ അടുത്ത് പോയിട്ട് പിച്ചെടുക്കാൻ വേണ്ടി എനിക്ക് വയ്യാന്ന് രഘു പറയുന്നുണ്ട്. ആ ചിറ്റപ്പനാകട്ടെ ശ്രീനിയെ വിളിക്കുന്നു. ശ്രീനി ആണെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. ഇപ്പോഴാണ് നേരത്തെ കാണിച്ച ആ ഒരു സീനിലേക്ക് വരുന്നത്. തന്റെ ചിറ്റപ്പനാണ് സംസാരിക്കുന്നത് മനസ്സിലായതും ശ്രീനി പറയുന്നു, മേലാൽ എന്റെ ഫോണിലേക്ക് കോൾ ചെയ്ത് പോകരുതെന്ന്. മരിക്കുന്നതിന് മുമ്പ് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് നമ്മൾ തെരുവിലേക്ക് എറിഞ്ഞ് അവർ എന്തെങ്കിലും നമ്മളെ വിളിക്കാൻ വരുമെന്ന്. അന്നാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യരുതെന്ന്. അവനെങ്ങനെ ദേഷ്യത്തിൽ കോൾ കട്ടാക്കുന്നു. അപ്പോഴാണ് ഡെബി അതുവരെ പാസ് ചെയ്ത് പോകുന്നത്. അവളാണെങ്കിൽ ആ സന്യാസിമാർ അടുത്ത് നിന്നിട്ട് സാമിന്റെ ആത്മാവായിട്ട് സംസാരിക്കുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സാമിന്റെ ആത്മാവിനെ കാണണമെങ്കിൽ അവരുടെ ലോകത്തേക്ക് പോകണം. അതിനു വേണ്ടിയിട്ടുള്ള സഹായം ഈ സന്യാസി ചെയ്ത് കൊടുക്കും. എന്നാൽ ഞാൻ പറയുകയാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ അപ്പോൾ തന്നെ തിരിച്ചു വരണം. അങ്ങനെ സന്യാസിമാരുടെ നടത്തുന്ന ചടങ്ങിലൂടെ ആകട്ടെ ആ ഒരു ആത്മാക്കളുടെ ലോകത്തേക്ക് പോകുന്നു. അവിടെയാണെങ്കിൽ ഒരുപാട് പേരെ തൂങ്ങി മരിച്ച നില കാണാമായിരുന്നു. ഇവളാണെങ്കിൽ അതെല്ലാം കണ്ടിട്ട് പേടിച്ചിട്ടാണ് പോകുന്നത്. തന്റെ കയ്യിലുണ്ടായിരുന്ന പേന കൊണ്ട് ഇവിടെ ഡെബി എന്തൊക്കെയോ എഴുതുന്നുണ്ടായിരുന്നു. അതിൽ കൂടുതൽ ഹെൽപ്പ് എന്ന് തന്നെയായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. ആ ലോകത്തകടെ തൂങ്ങി മരിച്ചു നിൽക്കുന്ന ആൾക്കാരുടെ എല്ലാം മുകളിലായിട്ട് ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു, ഒരു തലവൻ എന്ന പോലെ. ഡെബിയോട് വെച്ചിട്ട് സാമിന്റെ ആത്മാവിനെ കാണുന്നു. തന്നെ ഇവിടെ നിന്ന് രക്ഷിക്കുന്ന സാം അവളോട് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം ആ സന്യാസി പറയുന്നു, ഡെബി എത്രയും പെട്ടെന്ന് നീ തിരിച്ചു വരാൻ. അങ്ങനെ ഡെബിയുടെ ആത്മാവ് ആ ഒരു ലോകത്ത് നിന്ന് തിരിച്ചു വരുന്നു. അപ്പോഴാണ് അവൾ എഴുതി പൂർത്തിയാക്കിയ ആ ഒരു പേപ്പർ അവർ നോക്കുന്നത്. അതിലുണ്ടായിരുന്നത് 2 പേരുടെ മുഖമായിരുന്നു. ഒന്ന് രഘുവിന്റെയും രണ്ടാമത് ശ്രീനിയുടെയും. അതായത് അവരോട് ഹെൽപ്പ് ചോദിച്ചുകൊണ്ടിരുന്നത് ഇവരുടെ ആത്മാക്കളായിരുന്നു. ഈ സമയം തന്നെ മൂവിയുടെ ഫസ്റ്റ് പാർട്ടിലെ ക്ലൈമാക്സ് സീനും കാണിക്കുന്നുണ്ട്. അതായത് ആ
കെട്ടിടത്തിൽ നിന്ന് ചാടിയ ശേഷം ശ്രീനി ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഹെൽപ്പ് ചോദിക്കുന്നില്ലേ. അവൻ മനസ്സിലാക്കുന്നുണ്ട് താൻ മരിച്ചുപോയെന്ന്. എന്നാൽ ഈ രണ്ട് സംഭവങ്ങൾ നടക്കുന്നത് ഒരേ സമയത്താണ്. ഡേവി സാമിന്റെ ആത്മാവോട് സംസാരിക്കുന്നതും ശ്രീനി കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നതും ആ ഒരു സംഭവം എല്ലാം തന്നെ നടക്കുന്നത് 2015 ജൂൺ 6-നാണ്. കഥ അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. വീണ്ടും 6 വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയാണ് എനിക്ക് കാണിക്കുന്നത്. 5/6/2021. ആ സന്യാസിമാർ അടുത്ത് നിൽക്കുകയായിരുന്നു ഡെബി. അവിടേക്ക് കുറച്ചുപേർ വന്നിട്ട് ഒരു ആയുധം കൊടുക്കുന്നുണ്ട്. ഒരുപാട് പൂജകൾ ചെയ്ത് നിർമ്മിച്ചതാണ്. ശ്രീനിയെ ഡെബിയെ രക്ഷിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുമെന്നാണ് അവർ പറയുന്നത്. പിന്നീട് കാണിക്കുന്ന ശ്രീനിയാണ്. 2015 ജൂൺ 6-ന് ആ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയ ശ്രീനി ഉണ്ടല്ലോ, അവനാണെങ്കിൽ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ അപ്പോഴും ഒരു കോമ സ്റ്റേജിലായിരുന്നു. വെന്റിലേറ്റർ സഹായത്തോടു കൂടിയാണ് ജീവൻ നിലനിർത്തുന്നത്. അവനെ നോക്കുന്നതും ശുശ്രൂഷിക്കുന്ന എല്ലാം തന്നെ ഡെബിയും സാമിന്റെ അച്ഛനും ചേർന്നിട്ടാണ്. അയാൾ ഒരു ഡോക്ടറായിരുന്നു. ഇതേ സമയം തന്നെ കോടതിയിലെ സ്വത്തിന് വേണ്ടിയിട്ടുള്ള കേസ് അടക്കുകയാണ്. 6 വർഷമായിട്ട് കോമ കിടക്കുന്ന ശ്രീനിയാണെങ്കിൽ ഇനി ഉണരാൻ പോകുന്നില്ല. അതുകൊണ്ട് അവന് ദയാവധം അനുവദിച്ചു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ സ്വത്തുക്കളെല്ലാം തന്നെ രഘുവിന് കിട്ടും. ഒടുവിൽ കോടതി ഈ ഒരു ആവശ്യം അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പേപ്പറുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരികയാണ് രഘുവും ചിറ്റപ്പനും. പക്ഷെ അവിടെ വെച്ചിട്ട് ഡെബിയും സാമിന്റെ അച്ഛനും ചേർന്നിട്ട് രഘുവിനെ തടയുന്നുണ്ട്. ശ്രീനി എന്തെങ്കിലും കാരണവശാലും മരിച്ചു കഴിഞ്ഞാൽ രഘുവും മരിക്കും. ഇത് കേട്ട് രഘു ആണെങ്കിൽ ഞെട്ടുന്നുണ്ട്. 2015 ജൂൺ 6 ശ്രീനിക്ക് പറ്റിയ അതേ അപകടം തന്നെ നിങ്ങൾക്കും പറ്റിയിട്ടുണ്ട്. ഡെബി അത് പറഞ്ഞപ്പോഴാണ് അത് ശരിയാണെന്ന് രഘുവിന് മനസ്സിലായത്. തന്റെ ചിറ്റപ്പനോട് സംസാരിച്ചു നിൽക്കുന്ന സമയത്ത് രഘു ആണെങ്കിൽ കാലേറ്റി താഴേക്ക് വീണിരുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വലയിൽ അവൻ കുരുങ്ങി. പക്ഷെ അവന്റെ വയറ്റിലേക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ കമ്പിയാണെങ്കിൽ തുളച്ചു കയറിയിരുന്നു. അതിന്റെ പാട് ഇപ്പോഴും അവന്റെ വയറ്റിലുണ്ട്. അവനാണെങ്കിൽ അന്ന് തലനാരി അടിക്കാണ് രക്ഷപ്പെട്ടത്. അതിന് കാരണം ഡെബി തന്നെയായിരുന്നു. സാമിന്റെ ആത്മാവിനോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ ഹെൽപ്പ് ആവശ്യപ്പെട്ടത് ശ്രീനിയുടെ രഘുവിന്റെ ആത്മാക്കളായിരുന്നു. അങ്ങനെ ഫേസിന്റെ ഉടമകൾ അന്വേഷിച്ച് അഡ്രസ് കണ്ടെത്തി അവിടേക്ക് വരുമ്പോഴാണ് ശ്രീനി അപ്പാർട്ട്മെന്റിൽ നിന്ന് താഴേക്ക് ചാടി കമ്പിയിൽ കുരുങ്ങി നിലയിൽ കണ്ടെത്തുന്നത്. ഡെബി അങ്കിൾ ചേർന്നിട്ടാണ് അന്ന് ശ്രീനി അവിടുന്ന് രക്ഷിച്ച് രഘുവിനെ കൂട്ടിയിട്ട് അവർ ആ സന്യാസിയുടെ അടുത്തേക്ക് പോകുന്നത്. അയാൾ അവർക്ക് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരുടെ രണ്ടുപേരുടെ ആത്മാക്കൾ പരസ്പരം കണക്ട് ആയതുകൊണ്ട് തന്നെ ശ്രീനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ രഘുവും മരിക്കും. സാമിന്റെ മരണത്തിന് അന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ രഘുവിനോട് അവർ പറയുന്നുണ്ട്. അന്ന് ശ്രീനിയുടെ അപകടത്തിന് ശേഷം അവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് ഡെബി പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടെയാണെങ്കിൽ ഒരു മോഷണം നടന്നിട്ടുണ്ട്. വിലപിടിപ്പുള്ള ഒന്നും തന്നെ പോയിട്ടില്ല. പക്ഷെ അവിടെ നിന്ന് ഡെബിക്കാണെങ്കിൽ ശ്രീനിയുടെ കൂട്ടുകാരനായിട്ടുള്ള രാഘവന്റെ ഒരു ലൈബ്രറി കാർഡ് കിട്ടുന്നുണ്ട്. ഈ ലൈബ്രറി തന്നെയായിരുന്നു ഡെബിയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള സാമും പോയിക്കൊണ്ടിരുന്നത്. അവിടെ പോയി അന്വേഷിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഒരു ബുക്കാണ് ലാസ്റ്റ് ആയിട്ട് വായിച്ചിരിക്കുന്നത്. എന്നാൽ സാമും രാഘവനും പരസ്പരം കണ്ടിരിക്കാൻ ഒരു വഴിയില്ല. കാരണം സാമിന്റെ മരണത്തിന് ശേഷം 3 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് രാഘവൻ ഈ ലൈബ്രറിയിൽ മെമ്പർ ആകുന്നത്. അങ്ങനെ ഒരു രണ്ടുപേരും അവസാനമായിട്ട് എടുത്ത ആ ഒരു ബുക്ക് ഉണ്ടല്ലോ, അത് ആരൊക്കെയാണ് വായിച്ചിട്ടുള്ള ലിസ്റ്റ് അവർ എടുക്കുന്നുണ്ട്. അത് കുറച്ചുപേര് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നാൽ അത് എടുത്തുകൊണ്ട് പോയി ആരും തന്നെ തിരിച്ചു കൊണ്ടുവച്ചിട്ടില്ല. ആ ലൈബ്രറി തന്നെയാണ് അത് കണ്ടെത്തിയിട്ട് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ ഒരു കൂടുതൽ അന്വേഷിച്ച് പോകുമ്പോഴാണ് ആ ഒരു ബുക്ക് എടുത്ത് എല്ലാവരും തന്നെ മരിച്ചു എന്ന് അവർക്ക് മനസ്സിലാകുന്നത്. അവരെല്ലാവരും മരിച്ചത് ജൂൺ 6 ആയിരുന്നു. ആ ബുക്കും മരിച്ചവരും തമ്മിലുള്ള ബന്ധം എന്നാണ് കണ്ടെത്താൻ പോകുന്നതിനിടയിൽ രാഘവൻ എഴുതിയിട്ടുള്ള ഡിമോണ്ടി കോളനി എന്ന് പറഞ്ഞ ഒരു സ്ക്രിപ്റ്റ് അവർ കാണുന്നുണ്ട്. അത് അവർ വായിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: 6 വർഷത്തിലൊരിക്കൽ ജൂൺ 6 ഡിമോണ്ടി കോളനി വീടിനുള്ളിൽ നിന്ന് ആ ചെയിൻ കിട്ടുമെന്ന്. ആ ഒരു ചെയിനിന് അമാനുഷികമായിട്ടുള്ള ശക്തികളുണ്ട്. അതിലൂടെ ആൾക്കാരെ ബലി കൊടുക്കുകയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ചെയിൻ എടുക്കാൻ ശ്രമിച്ചവരെല്ലാം തന്നെ മരിച്ചിരിക്കുന്നു. മരിച്ച എല്ലാവരുടെ ആത്മാക്കള് ഒരു പുനർജന്മം ഇല്ലാതെ ആ നരകത്തിൽ പോയി കഷ്ടപ്പെടും. അവിടെ ഇവർക്കെല്ലാം തന്നെ തലവനായിട്ട് ആ ഡിമോണ്ടി ഉണ്ടാകും. എല്ലാ 6 വർഷത്തെ ഇടവേളകളിലും ഇതൊരു സൈക്കിൾ പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു തവണയെങ്കിലും തടഞ്ഞെങ്കിൽ മാത്രമേ ഇത് അവസാനിക്കൂ. അങ്ങനെ ഈ ഒരു വർഷമെങ്കിലും ഒരു സൈക്കിൾ അവസാനിപ്പിക്കാൻ അവർ ശ്രമിക്കുകയാണ്. രഘുവും അവരുടെ കൂടെ നിൽക്കാമെന്ന് സമ്മതിക്കുന്നു. ഡെബി ആണെങ്കിൽ വീണ്ടും പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്ത് എല്ലാം തന്നെ വേസ്റ്റ് ആയി. എല്ലാം തന്നെ നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത്. ലാസ്റ്റ് ഒരു റിപ്പോർട്ട് കൂടി വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ സെർവന്റ് ആണെങ്കിൽ അവളുടെ കയ്യിൽ കൊടുത്തെങ്കിലും അവൾ നോക്കാതെയാണ് അവിടുന്ന് പോകുന്നത്. ഡിമോണ്ടിയുടെ ഒരു സൈക്കിള് അവർ അന്നാണ് അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ശ്രീനിയെ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവർ കൊണ്ടുവരുന്നു. അവിടെ വെച്ച് ഒരു യജ്ഞം അവർ നടത്തുകയാണ്. രാഘവന്റെ വീട്ടിൽ നിന്ന് ആ ഒരു ബുക്ക് കണ്ടെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ബുക്ക് മോഷണം പോയിരിക്കുന്നത് ഇന്ന് ജൂൺ 6 ആ ബുക്ക് കൈക്കിട്ട് ആരെങ്കിലും ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഡിമോണ്ടി വീട്ടിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അവിടെ വെച്ചിട്ട് അവരുടെ ബലി നടക്കും. അതെങ്ങനെയും തടയണം. എന്നാൽ മാത്രമേ ഈ സൈക്കിളിലൂടെ നിൽക്കൂ. അതിനു വേണ്ടിയിട്ട് പോലീസിന്റെ സഹായവും അവർ തേടുന്നുണ്ട്. ഡിമോണ്ടി ബംഗ്ലാവിലേക്ക് ആരും തന്നെ പോകാതെ അവർ പുറത്ത് കാവൽ നിൽക്കുകയാണ്. അതേസമയം ശ്രീനിയുടെ അടുത്തിന് സന്യാസിമാര് പൂജ ആരംഭിച്ചിരുന്നു. അവരുടെ കയ്യിലാണെങ്കിൽ ആ ഒരു മാന്ത്രിക ആയുധം ഉണ്ടായിരുന്നു. അങ്ങനെ ഡിമോണ്ടി വീടിന്റെ പുറത്ത് നിൽക്കുമ്പോഴാകട്ടെ അകത്ത് നിന്നും കുറച്ച് പെൺകുട്ടികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അവർ ഓടി അകത്തേക്ക് ചെല്ലുമ്പോഴാകട്ടെ 3 പെൺകുട്ടികളാണെങ്കിൽ അവിടെ പേടിച്ച് വരച്ച് നിൽപ്പുണ്ടായിരുന്നു. രണ്ടുപേരുടെ ബോധം പോയി. ഒരാൾ മാത്രമേ സ്വബോധത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അവരെയും കൊണ്ട് ആംബുലൻസിലേക്ക് കയറി നേരത്ത് ഇവർക്ക് ആർക്കെങ്കിലും ആ ഒരു ഡിമോണ്ടിയുടെ നെക്ലേസ് കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ പെൺകുട്ടിയാണെങ്കിൽ ഒന്നും തന്നെ മിണ്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പെൺകുട്ടികളെയും കൊണ്ട് ആ ഒരു വണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. പെൺകുട്ടികളുടെ കൂടെ രഘുവിന്റെ ചിറ്റപ്പന് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ അതിന്റെ പുറകെ പോയ ഡെബി രഘുവും ആ സന്യാസി തിരിച്ച കാർ ഉണ്ടല്ലോ, അതാണെങ്കിൽ ആക്സിഡന്റ് ആകുന്നു. ആ കാർ മുമ്പോട്ട് എടുക്കാൻ അവർക്ക് എന്തായാലും പറ്റില്ല. അവളാണെങ്കിൽ തന്നെ ഡ്രൈവറിനെ വിളിച്ചിട്ട് മറ്റൊരു വണ്ടിയായിട്ട് അവിടേക്ക് വരാൻ വേണ്ടി പറയുന്നുണ്ട്. എന്നാൽ ഏത് ഹോസ്പിറ്റലിലേക്കാണ് പെൺകുട്ടികളെ കൊണ്ടുപോയെന്ന് അവർക്ക് അറിയില്ല. രഘുവിന്റെ ചിറ്റപ്പനെ വിളിച്ചിട്ട് കോൾ കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് സമയം റെസ്റ്റോറന്റ് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഡെബി ആണെങ്കിൽ അവരെ റെസ്റ്റോറന്റിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ വെച്ചിട്ട് രഘുവിന്റെ ചിറ്റപ്പനാണെങ്കിൽ ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നു. ശരിക്കും എന്താണ് നടന്നതെന്ന് പറയാൻ പറയുന്നു. എന്നാൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ വിശ്വസിക്കില്ലെന്നാണ് ആ ഒരു പെൺകുട്ടി പറയുന്നത്. അത്രയും സെക്യൂരിറ്റി കണ്ണു വെട്ടിച്ച് ഞങ്ങൾ എങ്ങനെയാണ് ആ ഒരു ഡിമോണ്ടി കോളനി വീടിനുള്ളിൽ കയറുക? ഞങ്ങൾ ഒരിക്കലും അവിടേക്ക് പോയിട്ടില്ല. ഒരു നിമിഷം കൊണ്ടാണ് ഞങ്ങൾ ആ ബംഗ്ലാവിലേക്ക് എത്തിച്ചേർന്നത്. ആ പെൺകുട്ടികളാകട്ടെ ആ ലൈബ്രറി എടുത്ത ആ ബുക്ക് ഉണ്ടല്ലോ, അതിലെ മന്ത്രങ്ങൾ പഠിച്ചപ്പോഴാണ് അവിടെ എന്തൊക്കെ നടക്കാൻ തുടങ്ങിയത്. ഹോസ്റ്റൽ റൂമിൽ ഇരുന്ന് അവരാകട്ടെ നിമിഷ നേരം കൊണ്ട് ആ ഒരു ബംഗ്ലാവിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. ആ ഒരു ബുക്കിന്റെ പേര് ദി ആൻസർ കിങ് ഓഫ് ദി ഫോളൻ കിങ്ഡം എന്നായിരുന്നു. ഈ ബുക്ക് തന്നെയാണ് എല്ലാവരും വായിച്ചത്. ആ സമയത്ത് ഡെബി ഇരുന്ന റെസ്റ്റോറന്റിലേക്കാകട്ടെ ഫുഡ് വാങ്ങാൻ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. എന്നാൽ അകത്തേക്ക് കയറാൻ പറഞ്ഞിട്ടും അവരാരും അകത്തേക്ക് കയറുന്നുണ്ടായിരുന്നില്ല. എന്നാൽ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് തന്നെ തങ്ങളെ കാണാൻ പറ്റുന്നില്ലെന്ന് ഡെബിക്കും കൂട്ടർക്കും മനസ്സിലായി. ആ ഒരു ഡോർ പോയി തുറക്കാൻ ശ്രമിച്ച ഡെബിക്കും രഘുവിനും ഷോക്ക് അടിച്ച പോലത്തെ അവസ്ഥയായിരുന്നു. അവർ തങ്ങളുടെ ഫോണിന്റെ സിഗ്നൽ നോക്കുമ്പോൾ അതിൽ സിഗ്നലും ഇല്ല, വൈഫൈയും ഇല്ല. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ടിവികളെല്ലാം ഇങ്ങനെ ഓണായി. ഫസ്റ്റ് മൂവിയിൽ കാണിക്കുന്ന പോലെ ഇവരെ തന്നെയായിരുന്നു ആ ഒരു ടിവിയിൽ കാണിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു ടൈം കൊണ്ട് ആ പെൺകുട്ടികളുടെ കൂടെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ആ ഒരു ചുറ്റുമാകട്ടെ അവിടെ എല്ലാം തന്നെ പരിശോധിക്കുകയാണ്. ആ ഒരു ബുക്ക് ആണെങ്കിൽ അവിടെ എങ്ങും ഇല്ലായിരുന്നു. CCTV ചെക്ക് ചെയ്യുമ്പോൾ ആകട്ടെ ആ ഒരു ലൈബ്രറിയിലാണെങ്കിൽ ഈ പെൺകുട്ടികൾ അവിടെ നിന്ന് പോയ ശേഷം അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരാണെങ്കിൽ ഇതെല്ലാം കാണുന്നുണ്ട്. വീണ്ടും ഡെബിയുടെ രഘുവിന്റെ അടുത്തേക്ക് വരികയാണ് കഥ. അവർ ടിവിയിലൂടെ അവിടെ എന്താണ് നടക്കാൻ പോകുന്നത് കാണുന്നു. അവിടെ ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു അച്ഛനും കുട്ടിയും വരുന്നുണ്ട്. ആ കുട്ടി അകത്തേക്ക് കയറി വന്നിട്ട് ഡെബിയുടെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങിക്കുന്നു. ചേഞ്ച് എടുക്കാൻ വേണ്ടി പോകുമ്പോഴാണ് CCTV ദൃശ്യങ്ങൾ അവിടെ ശ്രദ്ധിക്കുന്നത്. ആ കുട്ടി രഘുവിനോട് സംസാരിച്ച് നിൽക്കുകയാണ്. എന്നാൽ രഘുവിന്റെ ഇമേജ് ആണെങ്കിൽ ആ ഒരു ക്യാമറ തെളിയുന്നില്ല. ഇത് കണ്ടതും രവി ശരിക്കും പേടിക്കാൻ തുടങ്ങി. മറ്റേതോ റൂമിലാകട്ടെ രഘുവിന്റെ രൂപത്തിലുള്ള ഒരാൾ ഭിത്തിയിൽ എന്തൊക്കെ എഴുതുന്നത് കാണുന്നു. പെട്ടെന്ന് അവിടെയെല്ലാം തന്നെ വെള്ള പുക നിറഞ്ഞു. ഡെബിക്കാണെങ്കിൽ കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല. അവിടേക്ക് വെളിച്ചം വീഴുമ്പോഴത്തേക്കും ഡെബിയും ആ സന്യാസിയും ആ കൊച്ചുകുട്ടിയും വെവ്വേറെ റൂമിലായിരുന്നു. പരസ്പരം കാണാമെന്നല്ലാതെ പരസ്പരം സംസാരിക്കാനോ കേൾക്കാനോ എവിടേക്ക് പോകാനോ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് രഘു അങ്ങോട്ടേക്ക് വരികയും ആദ്യം ആ കുട്ടിയെ കൊല്ലുകയും രണ്ടാമത് ആ സന്യാസിയെ കൊല്ലുകയും മൂന്നാമത് ഡെബിയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ടിവിയിൽ കണ്ടിട്ട് ആകെ പേടിച്ച് കളിക്കുകയാണ് അവർ മൂന്നുപേരും. ഈ സമയത്താണ് പെൺകുട്ടി ചിറ്റമ്മനോട് പറയുന്നത് ഡിമോണ്ടി വീട്ടിൽ പോയി ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ലോക്കറ്റ് കിട്ടിയെന്ന്. പക്ഷെ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ലോക്കറ്റ് ഉണ്ടല്ലോ അതാണെങ്കിൽ ഞങ്ങളെ രഘുവിന്റെ ഓവർകോട്ട് കിട്ടു. അങ്ങനെ ഇത് കേട്ടതും അയാളാണെങ്കിൽ പേടിക്കുന്നു. അപകടം രഘുവിന്റെ ഡെബിയുടെ കൂടെയാണ്. ആ സമയം രഘുവിന്റെ ജാക്കറ്റ് പരിശോധിച്ച സന്യാസിക്കാണെങ്കിൽ ആ ഒരു ലോക്കറ്റ് അയാളുടെ കൈ കിട്ടുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു CCTV ദൃശ്യത്തിൽ രഘു എന്ത് എഴുതുന്നതായിട്ട് കാണിച്ചില്ലേ. അങ്ങനെ അവരാണെങ്കിൽ ആ റൂമിൽ പോയി നോക്കുന്നുണ്ട്. അവിടെയാണെങ്കിൽ ഒരു തല തിരിഞ്ഞ കുരിശായിരുന്നു വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. എന്തോ ബലി കൊടുക്കുന്ന ആചാരങ്ങളും സിമ്പിളുകളും ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള കുറെ ആൾക്കാരെ സന്യാസി അവിടെ കാണുന്നുണ്ട്. അയാൾ പെട്ടെന്ന് തന്നെ രഘുവിനെ അവിടെ നിന്ന് പുറത്തിറക്കുന്നു. ഒരു കാരണവശാലും അകത്തേക്ക് കിടക്കരുതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ ലോക്കറ്റ് ഉപയോഗിച്ചിട്ട് അയാൾ എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നു. ആ ഒരു സമയത്ത് ആ ലോക്കറ്റ് നല്ലപോലെ ചൂടാകുന്നുണ്ട്. അതുപോലെ തന്നെ രഘുവിന്റെ ശരീരവും പൊള്ളാൻ തുടങ്ങി. ഹോസ്പിറ്റലിൽ കിടന്ന ശ്രീനിയുടെ ബെട്ടും അവിടെ നിന്ന് ചലിക്കാൻ തുടങ്ങിയിരുന്നു. അവിടുത്തെ സന്യാസിമാരും ആ ഒരു ഫോഴ്സിനെ കൺട്രോൾ ചെയ്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രഘുവിന്റെ രവി എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവന്റെ ചിറ്റപ്പനാകട്ടെ സാമിന്റെ അച്ഛനെ വിളിക്കുന്നുണ്ട്. എന്നാൽ അയാൾ ആ ഫോൺ എടുത്തിട്ട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ശക്തി അയാളെ ആക്രമിക്കുന്നു. ഇവിടെയാണെങ്കിൽ മന്ത്രം ഉച്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്യാസിയുടെ ശരീരത്തിലേക്ക് ഡിമോണ്ടിയുടെ ആത്മാവ് വന്ന് കയറുകയാണ്. അയാൾ ആ ചില്ലുകൂടെല്ലാം പൊട്ടിച്ച് പുറത്തേക്ക് വന്നിട്ട് ഡെബിയെ കൊല്ലാൻ ശ്രമിക്കുന്നു. വേറൊരു വഴിയില്ല ഡെബിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രഘു ആണെങ്കിൽ ആ സന്യാസിയെ കൊല്ലുകയാണ്. ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് രഘു തന്നെ കൊല്ലുമെന്ന് ഡെബിക്ക് ഡൗട്ട് തോന്നുന്നു. നമ്മളെ കൂടാതെ ആ ഒരു ടിവിയിൽ ഒരു പയ്യനും ഉണ്ടായിരുന്നു. അതാരാണെന്ന് അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നേരത്തെ വന്ന ആളുടെ കൂടെ ഒരു ചെറിയ പയ്യൻ ഉണ്ടായിരുന്നു. പക്ഷെ അവർ ടിവിയിൽ കണ്ട ആ ഒരു പയ്യനായിരുന്നില്ല അത്. അപ്പോൾ പിന്നെ അത് ആരാണെന്ന് അവർ വീണ്ടും ആലോചിക്കുന്നുണ്ട്. അപ്പോഴേക്കും രഘുവിനെ ഡെബി അന്വേഷിച്ച് അവന്റെ ചുറ്റപ്പനും ആ പെൺകുട്ടികളെല്ലാം തന്നെ ആ റെസ്റ്റോറന്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവർ അകത്തു സംസാരിക്കുന്നൊന്നും തന്നെ അവർ കേൾക്കുന്നുമില്ല, ഇവരെ കാണുന്നുമില്ല. രണ്ടും കൽപ്പിച്ച് രഘു ആകട്ടെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഗ്ലാസ് എല്ലാം തല്ലി പൊട്ടിക്കുന്നു. എന്നാൽ ഓരോ തവണ പൊട്ടിക്കുമ്പോഴും അടുത്തൊരു വാതിൽ ക്രിയേറ്റ് ആവുകയാണ്. അവർക്ക് അവിടെ നിന്ന് പുറത്തെടുക്കാൻ പറ്റുന്നില്ലെന്ന് മനസ്സിലായപ്പോഴത്തേക്കും കുറേയധികം വവ്വാലുകളാണെങ്കിൽ അവർക്ക് ചുറ്റും കൂടിയിരുന്നു. അതിൽ നിന്ന് രക്ഷ നേടാൻ അവരാകട്ടെ ആ ഒരു ഹോട്ടലിന്റെ നടുവിലേക്ക് പോകുന്നു. ഒരു വലിയ ടേബിൾ എടുക്കുന്നിടത്താണ് അവർ പോകുന്നത്. എന്നാൽ ആ വവ്വാലുകൾ അവിടെ മാത്രം വരുന്നില്ല. അപ്പോഴാണ് ഡെബി പറയുന്നത് തുടക്കത്തിൽ ആ സന്യാസി നിന്ന ആ ഒരു ശിലയുണ്ടല്ലോ, അതായത് ആ ഒരു മാന്ത്രിക ശില, അതാണെങ്കിൽ അവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. അതിന്റെ പവർ കൊണ്ടിട്ടാണ് ഈ ഒരു ഇവിൽ സ്പിരിറ്റിന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാത്തത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ രക്ഷപ്പെടാമെന്ന് രഘു പറയുന്നു. മുകളിലുള്ള ആ റൂഫ് ഏരിയ ഇല്ലേ, അവിടുത്തെ ഒരു ഗ്ലാസ്സൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. അതിനുവേണ്ടി അവിടുത്തെ ചെയറുകളെല്ലാം കൂട്ടിച്ചേർത്തിട്ട് അവർ മുകളിലേക്ക് കയറാൻ ആരംഭിക്കുകയാണ്. ആ സമയത്ത് ആ വവ്വാൽ കൂട്ടങ്ങളുടെ ഇടയിലായിട്ട് സാമിന്റെ ആത്മാവിനെ ഡെബി കാണുന്നുണ്ട്. നീ എന്തുകൊണ്ട് റിപ്പോർട്ട് നോക്കാതിരുന്ന് സാം ചോദിക്കുന്നു. നിന്റെ വയറ്റിൽ എന്റെ കുഞ്ഞുണ്ട്, അവൾ പ്രഗ്നന്റ് ആണെന്ന് കേട്ടത് ഡെബി ആണെങ്കിൽ ശരിക്കും ഞെട്ടിപ്പോയി. അത്രയും നേരം ആ കസാര പിടിച്ചുകൊണ്ട് അവളാകട്ടെ അവളുടെ കൈ വിട്ടു. രഘു ആണെങ്കിൽ താഴെ വീഴുകയും ചെയ്തു. അവളുടെ മനസ്സിൽ അപ്പോഴാണ് സാമിന്റെ പഴയ ചിത്രങ്ങൾ ഓർമ്മ വരുന്നത്. നേരത്തെ അവർ ടിവിയിൽ കണ്ട ആ ഒരു പയ്യനില്ലേ, അത് സാം തന്നെയായിരുന്നു. അവന്റെ ചെറുപ്പകാലമായിരുന്നു അത്. ഇനി മുകളിലേക്ക് കയറാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കി രഘു പറയുന്നുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, ആ ലോക്കറ്റ് ഇവിടെ കിടക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ എങ്ങനെയും പുറത്ത് കിടന്നിട്ട് ആ ഒരു ലോക്കറ്റ് ഇവിടുന്ന് മാറ്റാം. ആ സമയത്ത് നിങ്ങൾ എങ്ങനെയും ഇവിടുന്ന് രക്ഷപ്പെട്ട് വെക്കോളാൻ പറയുന്നുണ്ട്. ശ്രീനിയുടെ ആത്മാവിനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രീനിയുടെ ചുറ്റും ആ ഒരു സന്യാസിമാരിന്ന് പൂജ ചെയ്യുന്നുണ്ടായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയ രഘുവിനും ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ആ വവ്വാലുകൾക്കാണെങ്കിൽ അവൻ ആക്രമിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ലോക്കറ്റ് എടുക്കാൻ പോയ രഘുവിന്റെ അടുത്തേക്ക് ഡിമോണ്ടിയുടെ ആത്മാവ് വരികയാണ്. ആ ഒരു ആത്മാവ് വന്നിട്ട് രഘുവിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. രഘു പെട്ടെന്ന് തന്നെ തന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ എടുത്തിട്ട് ഡെബിക്ക് എറിഞ്ഞു കൊടുക്കുന്നു. ആ ഒരു ശിലയുടെ ശക്തി കാരണം അവിടെ റേഞ്ച് ഉണ്ടായിരുന്നു. ആ ഒരു ഫോണിലേക്ക് വന്ന രഘുവിന്റെ ചുറ്റുപുള്ള കോള് അവൾ അറ്റൻഡ് ചെയ്യുകയാണ്. എന്നിട്ട് തങ്ങൾ ഉള്ളിൽ പെട്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അയാൾ മുകളിലെ ഗ്ലാസ്സിലൊക്കെ ഇട്ട് അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ഡിമോണ്ടിയുടെ ആത്മാവ് ആ സന്യാസി രഘുവിനെ ബലിയെടുക്കാൻ വേണ്ടിയിട്ട് കിടത്തിയിരിക്കുകയായിരുന്നു. സന്യാസിയുടെ ശരീരം കത്തിക്കരിഞ്ഞു പോയി. അതേസമയം ശ്രീനിയാണെങ്കിൽ കോമയിൽ നിന്ന് കണ്ണു തുറക്കുകയും ചെയ്യുന്നുണ്ട്. അവന്റെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നു. രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നതിനിടയിൽ ഡെബി ആകട്ടെ ഒരാളെ കൂടി കാണുന്നുണ്ട്. കണ്ണുകളും നാവുകളും ഇല്ലാത്ത ഒരു ആത്മാവിനെ കൂടി. ശരിക്കും അയാളായിരുന്നു എല്ലാത്തിനും തലവൻ. ശ്രീനിയുടെ അടുത്ത് പൂജ നടത്തുന്ന സന്യാസിമാര് ആ ഒരു മാന്ത്രികായുധമുണ്ടല്ലോ അത് ഉപയോഗിച്ച് അവിടെ വന്നിരുന്ന ഈവിൽ സ്പിരിറ്റിനെ തടുക്കുന്നു. ആ ഒരു സമയം തന്നെ ഇവിടെ രഘുവിന്റെ അടുത്ത് നിന്ന് ആ ഒരു ഡിമോണ്ടിയുടെ സ്പിരിറ്റ് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് പോലീസുകാർ അവിടേക്ക് വന്നിട്ട്
രഘുവിനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതാണ്. അവനെ രക്ഷിക്കാൻ പരമാവധി ഡോക്ടർമാർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവനാണെങ്കിൽ കോമയിലേക്ക് പോകുന്നു. ശ്രീനി ആണെങ്കിൽ കോമയിൽ നിന്ന് ഉണരുകയും ചെയ്യുന്നു. ശ്രീനി പറയുന്നുണ്ട് എന്തൊക്കെ വന്നാലും രഘു മരിക്കാൻ താൻ സമ്മതിക്കില്ല എന്ന്. അവിടെ ഡിമോണ്ടി അല്ലാതെ മറ്റൊരു ആത്മാവിനെ താൻ കണ്ടുവന്ന് ഡെബി അവരോട് പറയുന്നുണ്ട്. അയാൾക്കാണെങ്കിൽ കണ്ണുകളും നാവുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. താൻ ആത്മാക്കളുടെ ലോകത്ത് പോയിട്ടും അവിടെ വെച്ചും ഇതുപോലൊരു രൂപത്തെ കണ്ടിരുന്നു. എല്ലാത്തിനും തലവൻ അയാളാണ്. അവർ ആ ബുക്ക് പിള്ളേർക്ക് കൊടുത്ത ശേഷം ആ ലൈബ്രറിയിൽ അന്വേഷിച്ച് പോയപ്പോഴാണ് അയാൾ എത്രത്തോളം ഭീകരനാണെന്ന് മനസ്സിലാകുന്നത്. വർഷങ്ങളായിട്ട് ഈ ഡിമോണ്ടിക്ക് വേണ്ടിയിട്ട് ബലി നടത്തുന്നത് അയാളായിരുന്നു. സ്വന്തം ശരീരത്തിൽ പോലും മുറിവുകൾ ഉണ്ടാക്കി രക്തം ചൊരിച്ചുകൊണ്ടാണ് അയാൾ ഈ ബലിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. 6 വർഷത്തിലൊരിക്കൽ ആരാ ബുക്ക് വായിക്കണമെന്ന് ആ ലൈബ്രറിയനായിരുന്നു തീരുമാനിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അയാളാണെങ്കിൽ പോലീസുകാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ശ്രീനി പറയുന്നുണ്ട് അടുത്ത 6 വർഷത്തിന് ശേഷം ഈ സൈക്കിൾ താൻ അവസാനിപ്പിക്കുമെന്ന്, അതായത് 2027. അങ്ങനെ ആ ഒരു സീൻ അവിടെ കട്ടായിട്ട് ആ ലൈബ്രറിനെയാണ് നമ്മളെ കാണിക്കുന്നത്. അയാളുടെ കയ്യിലാണെങ്കിൽ ഒരുപാട് പേരുടെ ഫോട്ടോകൾ ഉണ്ടായിരുന്നു. ഇത്ര നാൾ ബലി കൊടുത്ത ആൾക്കാരുടെ അവിടെ വെച്ചിട്ട് അയാളാണെങ്കിൽ ഒരാളെ കൂടി ബലി കൊടുക്കുന്നു. ആ ഒരു ലൈബ്രറിന്റെ മുഖം കാണിക്കാതെ ഈ ഒരു സിനിമയ്ക്ക് ഇനി 3ാമതൊരു പാർട്ട് കൂടി ഉണ്ടെന്ന് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമയുടെ അവസാനിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, എങ്ങനെയുണ്ടായ സിനിമ? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ. കൂടാതെ നിങ്ങൾ എത്രത്തിലുള്ള മൂവീസ് ആണ് കാണാൻ ആഗ്രഹിക്കുന്ന കാര്യം കൂടി കമന്റ് ചെയ്യണേ. ഇതുപോലുള്ള രസകരമായിട്ടുള്ള മൂവി എക്സ്പ്ലനേഷൻ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.